ചെങ്കോട്ട സ്ഫോടനവുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് അൽ-ഫലാഹ് സർവകലാശാല വിസി ഭൂപീന്ദർ കൗർ ആനന്ദ്. സർവകലാശാല ക്യാമ്പസിനകത്ത് രാസവസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ സൂക്ഷിച്ചിരുന്നില്ല. ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും അന്വേഷണവുമായി സർവകലാശാല സഹകരിക്കുമെന്നും ഭൂപീന്ദർ കൗർ ആനന്ദ് പ്രസ്താവനയിൽ പറഞ്ഞു. അൽ-ഫലാഹ് സർവകലാശാലയുടെ മുന്നിൽ നിന്ന് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഇതിപ്പോൾ എന്താണ് ഇങ്ങനെയൊരു വിശദീകരണത്തിന് പിന്നിൽ? അമൃത, ഡോക്ടർ മുസമ്മിലിന്റെ അറസ്റ്റിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകൾ ഈ സർവകലാശാലക്കെതിരെ പുറത്തു വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സർവകലാശാല ഇതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഈ രണ്ടാളുകൾ, മുസമ്മിൽ ഉൾപ്പെടെ രണ്ടാളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നു ഡോക്ടറായിട്ട്. അതല്ലാതെ അവർക്ക് ഈ സ്ഥാപനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അത്തരത്തിൽ ഇവർക്ക് ഈ സ്ഥാപനങ്ങളുമായി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള ബന്ധവും ഈ സ്ഥാപനവുമായിട്ട് ഈ മുസമ്മിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കില്ല എന്നാണ് സർവകലാശാല വൈസ് ചാൻസലർ ഭൂപേന്ദർ കൗർ ആനന്ദ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനകത്ത്, ഈ ആശുപത്രിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും ശേഖരിച്ച് വെച്ചിരുന്നില്ല. അത്തരം വാർത്തകളെല്ലാം തെറ്റാണ് എന്നുകൂടി സർവകലാശാല ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണവുമായിട്ട് സർവകലാശാല പൂർണ്ണമായും സഹകരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും സർവകലാശാലയിലോ ആശുപത്രിയിലോ അവർക്ക് പരിശോധന നടത്താം. അതിന് ഒരു തരത്തിലുള്ള തടസ്സവും സർവകലാശാലയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകില്ല എന്നുകൂടി ഈ സ്റ്റേറ്റ്മെന്റിൽ അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകാം അധികൃതർക്കതിലെ സർവകലാശാല ഒരു തരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കില്ല. ചെങ്കോട്ടയിൽ നടന്ന ആ ഒരു സ്ഫോടനത്തെ തങ്ങൾ അപലപിക്കുന്നു. അതിൽ നിരവധി ആളുകൾ മരിച്ചു. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പം സർവകലാശാല പങ്കുചേരുന്നുവെന്ന് കൂടി ഭൂപേന്ദർ കൗർ ആനന്ദ് ഈ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഈ സർവകലാശാലയിലെ ആശുപത്രിയിലായിരുന്നു മുസമ്മിൽ ജോലി ചെയ്തിരുന്നത്. 2023 മുതലാണ് മുസമ്മിൽ ഇവിടെ ജോലിക്കായിട്ട് എത്തിയത്. ആദ്യം ജമ്മു കാശ്മീരിലെ അനന്തനാഗിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിന് പിന്നീടാണ് ഈ സ്ഥാപനത്തിലേക്ക്, ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ഇത് ഫത്തേർപൂരിലാണ് ഈ ആശുപത്രി ഉള്ളത്. ഹരിയാനയിലാണ് ഈ ഫത്തേർപൂർ എന്ന് പറയുന്ന സ്ഥലം. ഫത്തേർപൂരിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സർവകലാശാലയും അതോടൊപ്പം തന്നെ ആശുപത്രിയുമായിട്ട് ഒരുമിച്ചാണ് ഇതിനകത്തുള്ളത്. അവിടെയായിരുന്നു മുസമ്മിൽ ഉൾപ്പെടെ ജോലി ചെയ്തിരുന്നു വന്നത്. അതല്ലാതെ സർവകലാശാലക്ക് മറ്റൊരു വിവരങ്ങളും മുസമ്മിലിനെ കുറിച്ച് അറിയില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകര സംഘടനകളുമായിട്ട് മുസമ്മിലിന് ബന്ധമുണ്ടോ ഇല്ലയോ കാര്യത്തിലൊന്നും സർവകലാശാലയ്ക്ക് ഒരു അറിയില്ല. അത്തരത്തിൽ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് സർവകലാശാല അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സർവകലാശാല വ്യക്തമാക്കിയിട്ടില്ല. 2 പേജുള്ള ഒരു വാർത്താക്കുറിപ്പാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സർവകലാശാല ഇന്ന് പുറത്തിറക്കിയത്. ഇന്ന് രാവിലെ മുതൽ നിരവധി മാധ്യമങ്ങൾ ഇതിനു മുന്നിൽ വരികയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രസ്താവന പുറത്തിറക്കാനായിട്ട് സർവകലാശാല തയ്യാറായത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അധികൃതരുമായിട്ട് സഹകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. NIA-യുടെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും എല്ലാം ഒരു സംഘം ഇപ്പോഴും ഈ സർവകലാശാലക്കകത്തുണ്ട്. അവർ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സർവകലാശാലയുടെ ഭാഗമായിട്ട് ചില ലാബുകൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ആ ലാബുകളിൽ ഉപയോഗിക്കേണ്ട ചില വസ്തുക്കൾ അവിടെയുണ്ട്. അതല്ലാതെ മറ്റു വസ്തുക്കൾ, രാസവസ്തുക്കളോ സ്ഫോടന വസ്തുക്കളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല എന്നുകൂടി സർവകലാശാല പറയുന്നുണ്ട്. ഈ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാറ് ഈ സർവകലാശാലക്കകത്ത് വന്നിരുന്നു എന്ന ചില റിപ്പോർട്ടുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഈ സർവകലാശാലക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സർവകലാശാല നിഷേധിക്കുകയാണ്. അത്തരത്തിൽ ഒരു കാര്യവും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് സർവകലാശാല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത, ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.